ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചാപ്റ്റർ കമ്പനിലോടെ 2 ചാപ്റ്റർ 15ഉം 16ഉം കൂടെ മെർജ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഒരു ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചാപ്റ്റർ 16 നമ്മുടെ മീറ്റിംഗ് ഓഫ് ബോർഡും കമ്മിറ്റീസും എന്നുള്ള ചാപ്റ്ററിന്റെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുക. ആ ചാപ്റ്റർ തീർക്കുക ഇന്ന് നമ്മൾ. അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ഓക്കെ. പിന്നെ അപ്പം അതിനു മുമ്പ് ഞാനൊരു ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അമെൻമെന്റ് എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ എന്താ, നമുക്ക് നമ്മുടെ ഫീൽഡിൽ കമ്പനി സെക്രട്ടറി പ്രാക്ടീസ് ചെയ്യുന്നവരും എംപ്ലോയ്മെന്റ് ചെയ്യുന്നവരും സ്റ്റുഡൻസ് ആയിട്ടുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ROC മുംബൈ ഒരു കമ്പനി, ഇപ്പൊ ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു. അവർക്കൊരു പെനാൽറ്റി കൊടുത്തു 6 ലക്ഷം രൂപ. കമ്പനിക്ക് 3 ലക്ഷം രൂപയും നമ്മുടെ CS, CFO, MD ഇവർക്ക് 3 പേർക്കും 1 lakh ഈച്ച് കൊടുത്തു. കാര്യം എന്തുവാന്ന് വെച്ചാല്, നമുക്ക് എപ്പോഴും നമ്മൾ എക്സിക്യൂട്ടീവ് ആവട്ടെ പ്രൊഫഷണൽ ആവട്ടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സെക്ഷൻ 149 സബ്സെക്ഷൻ 6 എന്ന് പറയുന്നത്. അപ്പോ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യേണ്ട കുറച്ച് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ ലിസ്റ്റ് എൻറ്റിറ്റീസും അപ്പോയിന്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള പബ്ലിക് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രിസ്ക്രൈബ് ആയിട്ട് പറഞ്ഞ 10 കോടി അതിൽ കൂടുതലോ പെയ്ഡ് ക്യാപിറ്റലുള്ള പബ്ലിക് കമ്പനീസ്, അതുപോലെ തന്നെ ടേൺ ഓവർ 100 കോടി അതിൽ കൂടുതലുള്ള പബ്ലിക് കമ്പനീസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഡിപ്പോസിറ്റ് എക്സീഡിംഗ് 50 crores ഉള്ള പബ്ലിക് കമ്പനീസ്, ഇവരൊക്കെ എന്ത് ചെയ്തിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കമ്പനീസ് ആക്ട് പറഞ്ഞിരിക്കുന്നത് ഇവർ ഇത്രയും പേരേ ഉള്ളൂ. പക്ഷേ ഇതെന്തിനും ബാധകമല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ബാധകമല്ല. അപ്പോഴ് ഈ മുംബൈയിലുള്ള കമ്പനി ചെയ്തതെന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്തു? വോളണ്ടറി ആയിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പോ ഇതിനകത്ത് വേറൊരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 149 സബ്സെക്ഷൻ 10ഉം സെക്ഷൻ 149 സബ്സെക്ഷൻ 11ഉം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ആദ്യം ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ ആദ്യം അപ്പോയിന്റ് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ടൈമിലേക്ക് പിന്നെ ഒരു 5 വർഷത്തേക്ക് കൂടെ അപ്പോയിന്റ് ചെയ്യാം. എന്ന് വെച്ചാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം നമുക്ക് പിന്നെയും അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ഈ 2 ടൈമും കൂടെ 10 വർഷമേ പറ്റത്തുള്ളൂ ടോട്ടലി. അത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കൂളിംഗ് പീരീഡ്. ആ കമ്പനിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു യാതൊരുവിധ ബന്ധവും പാടില്ല. അപ്പൊ 3 വർഷം അദ്ദേഹത്തെ പുറത്ത് നിർത്തിയതിനു ശേഷം മാത്രമേ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ഇതേ കമ്പനിയിലേക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ പ്രൈവറ്റ് കമ്പനി ചെയ്തതെന്ന് പറഞ്ഞാല്, അവര് ഇദ്ദേഹത്തെ ആദ്യം അപ്പോയിന്റ് ചെയ്തു, രണ്ടാമത് റീ അപ്പോയിന്റും ചെയ്തു, അതിനുശേഷം ഈ കൂളിംഗ് പീരീഡ് കൊടുക്കാതെ മൂന്നാമത് പിന്നെ അങ്ങ് അപ്പോയിന്റ് ചെയ്തു. അപ്പോ അത് ROCയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരത് ഇതിലെടുത്തു, ഷോക്കോസ് നോട്ടീസ് ഒക്കെ കൊടുത്തു, പെനാൽറ്റി ഇത്രയും കൊടുത്തു, മൊത്തവും 6 ലക്ഷം രൂപ. അപ്പം CS-നും MD-ക്കും കമ്പനിയുടെ CFO-യ്ക്കും കൂടെ ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ വീതവും, കമ്പനിക്ക് 3 ലക്ഷം രൂപ, അങ്ങനെ ടോട്ടൽ ഒരു 6 ലക്ഷം രൂപ പെനാൽറ്റിയും കൊടുത്തു. ഇപ്പം പിന്നെ അവർക്കൊരു ഓപ്ഷൻ ഇനി ഉണ്ട്. എന്താണ്? അവർക്ക് അപ്പീലിന് പോകാം. ഒരു 60 ദിവസത്തിനുള്ളിൽ റീജിയണൽ ഡയറക്ടറിനുള്ളിൽ എന്ത് പോകാം? റീജിയണൽ ഡയറക്ടറിലേക്ക് അപ്പീലിന് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന കമ്പനികൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അതിനപ്പുറം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വോളണ്ടറി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കമ്പനി ലോയിലെ ആക്ടോ റൂൾസോ കാര്യങ്ങളോ ഒന്നും മറന്നിട്ടാകരുത് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇവര് അപ്പോയിന്റ് ചെയ്തു, അതിനോട് ഇവർ എന്ത് ചെയ്യണമായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു ഇത് പറഞ്ഞാൽ, സെക്ഷൻ 204 നമ്മൾ സെക്രട്ടറിയോട് പഠിക്കും. ആ ടൈമിൽ നമുക്ക് ചില കമ്പനീസ് മാത്രം സെക്രട്ടറിയോട് ചെയ്താൽ മതി. പക്ഷെ അതിനകത്ത് ഏറ്റവും താഴെ പറയുന്നുണ്ട്, വോളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെക്രട്ടറിയോട് നടത്താം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ നിങ്ങൾ സെക്രട്ടറിയോട് നടത്തുവാണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ സെക്രട്ടറി സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രകാരമുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി വേണം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഇത് ഞാനിപ്പോ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞ് ഇനി എന്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെന്ന് നമുക്ക് അറിയാം. അത് അപ്ഡേറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒരു നമ്മൾ നോട്ടിഫൈ ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ട്, നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ വോളണ്ടറി അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കംപ്ലയൻസ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കമ്പനീസ് ആക്ട് പ്രകാരം ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ പെനാൽറ്റി വീഴും. അപ്പൊ ഇതെല്ലാം നിങ്ങളിപ്പം ട്രെയിനിങ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അത് PCS-ലായിട്ട് കമ്പനി ആയിട്ട് അവിടെ അറിയാത്തവർക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറീസ് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങളത് കാര്യമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് കാണും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി.
അവർക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത പലരും കാണും. അവർക്ക് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അഡ്വൈസ് ചെയ്യുക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് വർക്ക് ചെയ്യുന്ന കമ്പനി സെക്രട്ടറീസ് കാണും, അവരും ഇതൊന്ന് നോട്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കണ്ട ഈ ഒരു കാര്യം. വോളണ്ടറി അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനീസ് ആക്ട് പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് മറന്നിട്ടാകരുത് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ അമെന്റ്മെന്റ്. ഓക്കെ, അമെന്റ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 173 തൊട്ട് സെക്ഷൻ 180 വരെ ചാപ്റ്റർ 15ഉം ചാപ്റ്റർ 16ഉം കണക്ട് ചെയ്താണ് പഠിച്ചത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 16 മാത്രമാണ്, മീറ്റിംഗ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റീസ്. അപ്പോ സെക്ഷൻ 173 ആണ് എന്തെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് നടത്തണം. അത് കഴിഞ്ഞ് എല്ലാ വർഷവും എന്ത് ചെയ്യണം, 4 ബോർഡ് മീറ്റിംഗ് നടത്തണം. 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സിനേക്കാൾ കൂടാൻ പാടില്ല, 120 ദിവസത്തിനേക്കാൾ കൂടാൻ പാടില്ലെന്നും പറഞ്ഞു. അതുപോലെ തന്നെ സ്മാൾ കമ്പനി, അതുപോലെ തന്നെ ഡോർമെന്റ് കമ്പനി, സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഒക്കെ എങ്ങനെയാണ്, വർഷത്തിൽ 2 ബോർഡ് മീറ്റിംഗ് നടത്തണം. അതെങ്ങനെയാണ്, കലണ്ടർ ഈച്ച് ഹാഫ് ഓഫ് ദി കലണ്ടർ ഇയർ, 6 മാസത്തിൽ ഒരിക്കൽ ഓരോ ബോർഡ് മീറ്റിംഗ് വെച്ച് നടത്തിയിരിക്കണം. ഓക്കെ, അത് പക്ഷെ 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം ഒരു 90 ഡേയ്സ് എങ്കിലും കാണണം എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അടുത്തത് ഫസ്റ്റ് നമ്മുടെ സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനിയും സ്പെസിഫൈഡ് IFSC പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്. അതെന്താ, നമ്മൾ കമ്പനീസിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്, ഓരോ കമ്പനിയെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 കമ്പനീസും കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, അവരുടെ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. ഓക്കെ, സാധാരണ 30 ഡേയ്സിനുള്ളിലാണ് നടത്തേണ്ടതെങ്കിൽ IFSC പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും എന്ത് ചെയ്താൽ മതി, 60 ദിവസത്തിനുള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് 60 ദിവസത്തിൽ അവരുടെ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് വർഷം 2 ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. ഒരു 6 മാസം കൂട്ടിരിക്കുമ്പോൾ ഒന്നും 6 മാസം കൂട്ടിരിക്കുമ്പോൾ മറ്റൊന്നും. ഓക്കെ, അങ്ങനെ 2 ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. അതുപോലെ തന്നെ സെക്ഷൻ 8 കമ്പനിക്കും വർഷത്തിൽ 2 ബോർഡ് മീറ്റിംഗ് നടത്തണം. ആ ബോർഡ് മീറ്റിംഗ് എങ്ങനെയായിരിക്കണം, ഈച്ച് ഹാഫ് ഓഫ് ദി കലണ്ടർ എന്ന് വെച്ചാൽ 6 മാസത്തിൽ ഒരെണ്ണം, 6 മാസത്തിൽ അടുത്തൊരു ബോർഡ് മീറ്റിംഗ്. അങ്ങനെയാണ് ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇക്വിറ്റി ലിസ്റ്റഡ് കമ്പനീസ് എന്ന് വെച്ചാൽ സെബി LODR റെഗുലേഷനിലെ റെഗുലേഷൻ 17 സബ് റെഗുലേഷൻ 2 പ്രകാരം ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഇക്വിറ്റി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം, 4 ബോർഡ് മീറ്റിംഗ് ഒരു വർഷം നടത്തിയിരിക്കണം. അതുപോലെ തന്നെ 4 ബോർഡ് മീറ്റിംഗിനകത്ത് 2 ബോർഡ് മീറ്റിംഗ് നമ്മളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സിനേക്കാൾ കൂടാൻ പാടില്ല. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട, എത്ര ബോർഡ് മീറ്റിംഗ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇനി നോക്കേണ്ട കാര്യം, നമ്മളെടുത്ത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ബോർഡ് മീറ്റിംഗ് ഒരു ഇയറിനെ പറയുന്നുള്ളൂ. അതൊരു ഫിനാൻഷ്യൽ ഇയർ എന്നോ അതല്ലെങ്കിൽ കലണ്ടർ ഇയർ എന്നോ പറയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഒരു സാധനം എന്താണ്, SS1. ഓക്കെ, സെക്രട്ടറി സ്റ്റാൻഡേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ് ഇനി വരുന്നത്. അപ്പോ കമ്പനി സെക്രട്ടറീസ് എല്ലാം എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പറയുന്നുണ്ട് സെക്ഷൻ 180 സബ്സെക്ഷൻ 10 പ്രകാരം ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ SS1 കൂടി എന്ത് ചെയ്തിരിക്കണം, നോക്കിക്കൊണ്ടായിരിക്കണം ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടതെന്ന് നമ്മുടെ കമ്പനി സെക്രട്ടറിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ SS1 ഞാനിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ടിൽ ഇയർ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇത് കലണ്ടർ ഇയർ ആണോ ഫിനാൻഷ്യൽ ഇയർ ആണോ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ എന്താണ്, ഒരു കലണ്ടർ ഇയറിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് കണക്കാക്കുന്നത്. അപ്പം ഒരു വർഷത്തിൽ 4 ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ 2 ബോർഡ് മീറ്റിംഗ് നടക്കണം എന്ന് പറഞ്ഞാൽ അതൊരു കലണ്ടർ ഇയർ ആണ്.
അല്ലാതെ ഫിനാൻഷ്യൽ ഇയർ അല്ല. അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ബോർഡ് മീറ്റിംഗിന് പ്രോക്സി അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോക്സി എന്ന് വെച്ചാൽ നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതിനെക്കുറിച്ച്. സംഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ബേസ് ചെയ്ത് ഞാൻ പറയാം. ആനുവൽ ജനറൽ മീറ്റിംഗ് ഒരു മെമ്പർക്ക്, ഒരു ഷെയർ ഹോൾഡറിന് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പേഴ്സണലി അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ എന്ത് ചെയ്യാം, ബോർഡ് ആനുവൽ ജനറൽ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാം. അദ്ദേഹത്തിന് പകരം വേറൊരാളെ. അതാണ് ഈ പ്രോക്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ആനുവൽ ജനറൽ മീറ്റിംഗിലേ പറ്റത്തുള്ളൂ. ഒരു കാരണവശാലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് പറ്റത്തില്ല, ബോർഡ് മീറ്റിംഗിൽ അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോക്സിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണേ. അടുത്തത് വെന്യൂ ആണ്. എന്ന് വെച്ചാൽ എവിടാണ് നമ്മൾ, എവിടെ വെച്ചാണ് ബോർഡ് മീറ്റിംഗ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് വേണം അല്ലെ. അപ്പോ എല്ലാ ബോർഡ് മീറ്റിംഗും സാധാരണ നടത്തുന്നത് എവിടാണ്? രജിസ്റ്റേർഡ് ഓഫീസിലാണ്. എന്നാൽ രജിസ്റ്റർ ഓഫീസ് മാത്രം ആകണമെന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോർഡ് തീരുമാനിക്കുന്നത് പോലെ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നടത്താം. അത് ഇന്ത്യയിലാകാം, ഇന്ത്യക്ക് പുറത്താകാം. ഓക്കെ, രജിസ്റ്റർ ഓഫീസ് ആകാം, ബോർഡ് തീരുമാനിക്കുന്ന മറ്റൊരു പ്ലേസിലാകാം, അത് ഇന്ത്യയിലാകാം, ഇന്ത്യക്ക് പുറത്താകാം. ഇനിയിപ്പോ വെർച്വൽ മീറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് മീൻസിലാണ് നമ്മളൊരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ അയ്യോ അതിനെന്താണ് അപ്പം വെന്യൂ? അതൊന്നുമില്ല. നമ്മുടെ നോട്ടീസിനകത്ത് നമ്മൾ നോട്ടീസ് കൊടുക്കും ബോർഡ് മീറ്റിംഗിന്. അപ്പൊ ആ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു സ്ഥലം വെക്കും, ഒരു പ്ലേസ് വെച്ചിട്ട്. അതാണ് വെന്യൂ എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ കമ്പനി സെക്രട്ടറി എന്ത് ചെയ്തിരിക്കുന്നത്, ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് ഇത്രയാണ് വെന്യൂവിനെ കുറിച്ച് പറയുന്നത്. സ്ഥലം അല്ലെങ്കിൽ പ്ലേസ്, എവിടെ വെച്ചാണ് ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോട്ടീസ് ആണ്. സെക്ഷൻ 173 സബ്സെക്ഷൻ 3 ആണ് നമ്മുടെ ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നോട്ടീസിനെ കുറിച്ച് പറയുമ്പം ഇപ്പോ എന്തൊരു നമ്മളിപ്പോ ആനുവൽ ജനറൽ മീറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, അത് നടത്തുമ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും നോട്ടീസ് കൊടുക്കണം. അപ്പോൾ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ബോർഡ് മീറ്റിംഗിനെ സംബന്ധിച്ച് 7 days നോട്ടീസ് ആണ് കൊടുക്കേണ്ടത്. എന്നാണോ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് ആ ബോർഡ് മീറ്റിംഗിന് 7 ദിവസം മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ടീസ് കൊടുക്കേണ്ടത്. ഓക്കെ, 7 days മുന്നേ നോട്ടീസ് കൊടുക്കണം. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കാന്, നമ്മുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മിനിമം ഒരു 7 days നോട്ടീസ് കൊടുത്തിരിക്കണം. ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലോങ്ങർ പീരീഡ് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ 7 ദിവസത്തിനൊക്കെ കൂടിയ ഒരു പീരീഡിൽ 8 or 10 ദിവസം വേണമെങ്കിൽ നമുക്ക് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആർട്ടിക്കിൾസിൽ പറയണം, പക്ഷെ അങ്ങനെ സാധാരണ മിനിമം ഒരു 7 days നോട്ടീസ് കൊടുക്കണം. ഒരു കാരണവശാലും 7 താഴെയുള്ള ഒരു നോട്ടീസ് കൊടുക്കരുത്. ഓക്കെ ആയില്ലേ? അത് കഴിഞ്ഞു. പിന്നെ അടുത്ത പറയുന്നത് ഏതൊക്കെ മോഡിൽ നമുക്ക് ബോർഡ് മീറ്റിംഗ് നോട്ടീസ് കൊടുക്കാമെന്നാണ്. നമുക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആകാം, സ്പീഡ് പോസ്റ്റ് ആകാം, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീൻസ് ആകാം. ഓക്കെ, അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷെ ഒരു കാരണവശാലും ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസ് ഓർഡിനറി പോസ്റ്റ് വഴി കൊടുത്തില്ല. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, നോട്ട് ചെയ്തു. ഓക്കെ, അപ്പം ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസ് എങ്ങനെയൊക്കെ കൊടുക്കാം? ഒന്നെങ്കിൽ ഹാൻഡ് ഡെലിവറി, നേരിട്ട് തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ്, അതല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ്. പക്ഷെ ഒരു കാരണവശാലും ഓർഡിനറി പോസ്റ്റ് വഴി ബോർഡ് മീറ്റിംഗ് നോട്ടീസ് കൊടുക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോ പറഞ്ഞു 7 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു അർജന്റ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യേണ്ടി വരും, ഒരു അർജന്റ് ബിസിനസ് എടുക്കേണ്ടി വരും. ആ ടൈമിൽ കമ്പനിക്ക് ഷോർട്ട് ടൈം നോട്ടീസ് കൊടുത്തുകൊണ്ടും എന്ത് ചെയ്യാം, ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ആ ബോർഡ് മീറ്റിംഗ് വിളിക്കുമ്പം ആ ബോർഡ് മീറ്റിംഗ് വിളിച്ചതിന് ശേഷം അതിനകത്ത് വരുന്ന ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ബോർഡ് മീറ്റിംഗിൽ ഡയറക്ടേഴ്സ് പങ്കെടുക്കണം. അതിന്റെ കൂടെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും പങ്കെടുക്കണം.
ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ചില സമയത്ത് അർജന്റ് ബിസിനസ് ഒരു കമ്പനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് വിളിക്കുമ്പം ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എങ്കിലും എന്ത് ചെയ്യണം, അതിൽ പ്രസന്റ് ചെയ്യണം ബോർഡ് മീറ്റിംഗിൽ. ഇനി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആബ്സെന്റ് ആണെന്നുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൂടിക്കോട്ടെ, പക്ഷെ അതിന്റെ ഡിസിഷൻ ആര്, ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എങ്കിലും അംഗീകരിച്ചിരിക്കണം. ഓക്കെ അല്ലേ? എങ്കിലേ അത് വാലിഡ് ആവത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ SS1 അവിടെ ഒരു ചെറിയ പണി നമുക്ക് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടാത്തവര് എന്തില്ല, ഈ ഞാനിപ്പോ പറഞ്ഞ ഷോർട്ട് നോട്ടീസിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അത് റാറ്റിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, അംഗീകരിച്ചിരിക്കണം എന്ന് പറയുന്നത് നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ SS1 പറയുന്നതെന്ന് പറഞ്ഞാല് മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും അത് അംഗീകരിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴ് അത് പറഞ്ഞു. അപ്പൊ ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാല്, ഇപ്പം കമ്പനീസ് SS1 ഒരു കാര്യം ഇവിടെ വരുവാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു മറ്റുള്ള ചില കമ്പനികളുണ്ട്, അവർക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല്, ഇവര് പറയുന്നു, SS1 പറഞ്ഞിരിക്കുന്ന കാര്യം, കമ്പനീസ് ആക്ടിൽ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യേണ്ടാത്തവർ ഇത് നോക്കണ്ട, ഷോർട്ട് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ പോകുന്നു. പക്ഷേ SS1 പറയുന്നതെന്ന് പറഞ്ഞാല്, ആ ബോർഡ് മീറ്റിംഗിൽ ആ കാര്യം അപ്രൂവൽ ആയില്ല എങ്കിൽ, ആ കാര്യം അപ്രൂവൽ ആയില്ല എങ്കിൽ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും എന്ത് ചെയ്തിരിക്കണം, അത് അംഗീകരിച്ചിരിക്കണം. അതിനുശേഷം ഇപ്പൊ നമ്മളൊരു ബോർഡ് മീറ്റ്, ഷോർട്ട് നോട്ടീസ് വിളിച്ചൊരു ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നു. ആ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഡിസിഷൻ അപ്രൂവ് ആയില്ല എങ്കില് അതിനുശേഷം അത് അപ്രൂവ് ആവണം എന്ന് കണക്കാക്കണമെങ്കിൽ കമ്പനിയിലെ മൊത്തം ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് എല്ലാ ഡയറക്ടേഴ്സും പ്രസന്റ് ആവണമെന്നില്ലല്ലോ. അപ്പോ അതിനുശേഷം മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും എന്ത് ചെയ്യുന്നു, അതിനെ റാറ്റിഫൈ ചെയ്യുന്നു, അംഗീകരിക്കുകയാണെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, അത് പാസ്സാക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ ആ കാര്യം. പിന്നെ നമ്മുടെ കമ്പനീസ് ആക്ടില് ഈ 7 days നോട്ടീസ് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ SS1 പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാല്, ഈ ഡേറ്റ് ഓഫ് നോട്ടീസ് ഉണ്ട്, ഡേറ്റ് ഓഫ് നോട്ടീസ്, അതും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഉണ്ട്, ഡേറ്റ് ഓഫ് മീറ്റിംഗ്. അപ്പൊ കമ്പനീസ്, ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമില്ല, കമ്പനീസ് ആക്ട് പറയുന്നു 7 days നോട്ടീസ് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ SS1 പറയുന്നത് 7 days നോട്ടീസ് കൊടുക്കണം, പക്ഷെ ഈ ഡേറ്റ് ഓഫ് നോട്ടീസ് ഉണ്ടല്ലോ അത് ഇൻക്ലൂഡഡ് ആണ്. എന്ന് വെച്ചാൽ ഈ നമ്മൾ 7 ദിവസത്തെ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് നോട്ടീസ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഉണ്ട്, അത് എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു ഉദാഹരണം വെച്ച് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. നിങ്ങളുടെ പേജ് നമ്പർ 734 ഒന്ന് എടുക്കണേ. അപ്പോ 734 ഒന്ന് എടുത്തേക്കെ. അത് ഞാൻ പറയാം. ഇപ്പോ നിങ്ങളുടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല്, ഒരു കമ്പനി നവംബർ 14 മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ അവരുടെ നോട്ടീസ് എങ്ങനെയായിരിക്കും? ഇത് പ്രകാരം ഇപ്പം ഡേറ്റ് ഓഫ് മീറ്റിംഗ് നമ്മൾ എടുക്കുന്നില്ല, നവംബർ 14 നമ്മൾ കൂട്ടത്തില്ല. അപ്പോൾ 13, 12, 11, 10, 9, 8, 7. അപ്പോൾ നവംബർ 7-ാം തീയതിയാണ് നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത്. ഓക്കെ, കറക്റ്റ് ആയല്ലോ? നോട്ടീസിന്റെ ഡേറ്റ് നവംബർ 7-ആണ്. ഇനി അടുത്ത ഒരു കേസ്. ഇനിയും ഒരു കേസും കൂടെ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പോസ്റ്റ് വഴി, രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ് ഒക്കെ വഴിയാണ് നോട്ടീസ് കൊടുക്കുന്നതെങ്കിൽ ഒരു അഡീഷണൽ 2 ഡേയ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡേയ്സും കൂടെ നമ്മൾ അത് നോട്ടീസ് സെർവ് ചെയ്യാൻ കൊടുക്കണം. അഡീഷണൽ ഒരു 2 ഡേയ്സും കൂടെ നോട്ടീസ് സെർവ് ചെയ്യാൻ കൊടുക്കണം. അപ്പം എങ്ങനെ വരും? നവംബർ 5 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ടിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നോട്ടീസ് ഓഫ് മീറ്റിംഗ് 7 ദിവസത്തിന് മുന്നേ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. SS1 പറയുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് നോട്ടീസ് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം 7 ദിവസത്തിനകത്ത്. പക്ഷേ ഡേറ്റ് ഓഫ് മീറ്റിംഗ് എക്സ്ക്ലൂഡ് ചെയ്യണം. അതെങ്ങനെയാണ്? ഇപ്പൊ നവംബർ 14 ഒരു മീറ്റിംഗ് വെച്ചേക്കുന്നതെങ്കിൽ നവംബർ 7-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മീറ്റിംഗിന് നോട്ടീസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ അഡീഷണൽ 2 ഡേയ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെർവ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം നവംബർ 5 വരും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനിയും അടുത്തെന്ന് പറഞ്ഞാൽ അഡ്ജൻ മീറ്റിംഗ് നോട്ടീസ് ആണ്. ഇപ്പോ ചില സമയത്ത് നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ഒരു ഡിസിഷൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നോട്ടീസ് ഇപ്പം നമ്മളിപ്പം ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അപ്പം മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് അതിലപ്പം കോറം തികഞ്ഞില്ല, അതില്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യം കൊണ്ട് അത് അഡ്ജൻ ചെയ്യും, മാറ്റിവെക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡയറക്ടേഴ്സിനും നോട്ടീസ് കൊടുക്കണം. ഓക്കെ, അത് അഡ്ജൻ മീറ്റിംഗിന് നമ്മൾ എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. അത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇപ്പം അഡ്ജൻ മീറ്റിംഗിന്റെ ഡേറ്റ് ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് ഇപ്പൊ ഇന്ന് നടക്കുകയാണ്. അപ്പൊ ഇന്ന് നടക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് അഡ്ജൻ ചെയ്തു. അഡ്ജൻ ചെയ്തെങ്കിൽ ഏത് മീറ്റിംഗിലാണോ നമ്മൾ അഡ്ജൻ ചെയ്തത് ആ മീറ്റിംഗിൽ നമ്മൾ അടുത്ത മീറ്റിംഗിന്റെ ഡേറ്റ് എടുത്തില്ല എങ്കിൽ 7 ഡേയ്സ് നോട്ടീസ് കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെയും നമ്മുടെ SS1 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സത്യം പറഞ്ഞാൽ 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്ജൻ മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ, അപ്പം ഒരു മീറ്റിംഗ് വിളിച്ചു, അത് അഡ്ജേൺ ആയി. അപ്പൊ അഡ്ജേൺ ആകുന്ന സമയത്ത് നമ്മൾ ഏത് മീറ്റിംഗിൽ വെച്ചാണോ ഒരു മീറ്റിംഗ് ഇപ്പൊ ഇന്ന് വിളിച്ച് അത് അഡ്ജേൺ ചെയ്യുന്നു. അപ്പം അഡ്ജേൺ ചെയ്യുമ്പോൾ ഈ മീറ്റിംഗിൽ എന്നാണോ നമ്മൾ അഡ്ജേൺ മീറ്റിംഗ് എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തില്ല എങ്കിൽ 7 ഡേയ്സ് നോട്ടീസ് കൊടുത്തിരിക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പൊ ഒരു ഡയറക്ടർ പറയുകയാണ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ഹാൻഡ് ഡെലിവറി, അതല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഡയറക്ടർ പറയുകയാണ് എനിക്ക് ഇന്ന മോഡില് തരണം എന്ന് പർട്ടിക്കുലർ ആയിട്ടും പറയും. ഇപ്പൊ നമ്മള് ഇലക്ട്രോണിക് മീൻസിൽ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു ഡയറക്ടർ പറയുകയാണ് എനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ തന്നെ നിങ്ങൾ നോട്ടീസ് തരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ രജിസ്റ്റേർഡ് പോസ്റ്റിൽ നോട്ടീസ് കൊടുക്കാവുള്ളൂ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഒരു ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ പോലും 7 ഡേയ്സ് നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് ഉറപ്പായിട്ടും സെർവ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നോട്ടീസിനകത്ത് ഇപ്പം നമ്മൾ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ മെൻഷൻ ചെയ്തിരിക്കണം എന്താണ്?
ഇലക്ട്രോണിക് വഴിയും എന്ന് വെച്ചാൽ വെർച്വലായിട്ടും ഡയറക്ടേഴ്സിന് എന്ത് പറ്റും, മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റും എന്നൊരു കാര്യം കൂടി അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്തതാണ് അജണ്ട എന്ന് പറയും. ഓക്കെ, അജണ്ട. അജണ്ട എന്ന് പറഞ്ഞാല് നമുക്ക് കമ്പനിക്ക് പല പല ബിസിനസ് കാണും. ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന പല പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാ, അല്ലെ? അപ്പോ ഒരു കമ്പനി ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് അതിനകത്ത് ട്രാൻസാക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ അതിനകത്ത് തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്. അജണ്ട എന്ന് പറയുന്നത് അത്രമാത്രം ഓർത്തിരിക്കുക. ഈ അജണ്ടയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, 7 days മുന്നേ കൊടുത്തിരിക്കണം. നോട്ടീസിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, അജണ്ട. അതും മീറ്റിംഗ് എന്നാണോ അതിന് 7 ദിവസം മുമ്പ് അജണ്ടയും കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? ഇനി ഈ അജണ്ട നമ്മൾ കൊടുത്തു എന്നുള്ളതുണ്ട്. അപ്പം അതിനൊരു പ്രൂഫ് വേണ്ടേ? അപ്പൊ ആ പ്രൂഫ്, നമ്മൾ അജണ്ട കൊടുത്തു എന്നുള്ളതിന്റെ പ്രൂഫ് 3 വർഷം സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയാൻ വിട്ടുപോയി. കറക്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അജണ്ടയുടെ കാര്യം പറഞ്ഞു. എന്താണ് 3 years എന്ന് വെച്ചാൽ നമ്മളിപ്പം അജണ്ട എല്ലാവർക്കും കൊടുത്തു എന്നുള്ളതിന്റെ പ്രൂഫ് മിനിമം 3 വർഷമെങ്കിലും സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് സെൻഡിങ് നോട്ടീസ് നമ്മൾ സെൻഡ് ചെയ്തു എന്നുള്ളതിന്റെ പ്രൂഫും 3 വർഷം സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നോട്ടീസ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഞാൻ അവിടെ പറയാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. ഓക്കെ, നോട്ടീസ് ആരാ കൊടുക്കുന്നത്, കമ്പനി സെക്രട്ടറി ആണ്. നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറി ആണ്. കമ്പനി സെക്രട്ടറി ഇല്ല എങ്കിൽ ആരാ കൊടുക്കേണ്ടത്, വേറൊരു ഡയറക്ടർ, അതല്ലെങ്കിൽ ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ആള്. അപ്പൊ നോട്ടീസ് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി ആയിരിക്കും. കമ്പനി സെക്രട്ടറി ഇല്ലാത്ത ഒരു കമ്പനി ആണെങ്കിൽ ഡയറക്ടർ, അതല്ലെങ്കിൽ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്യുന്ന ആള്. ഓക്കെ, അത് മീറ്റിങ്ങിന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയതാ, സോറി കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, പ്രൂഫ് ഓഫ് സെൻഡിങ് 3 വർഷം സൂക്ഷിച്ചിരിക്കണം. പിന്നെ ഇവിടെയും ഒരു കാര്യമുണ്ട്. നമ്മൾ നോട്ടീസ് പറഞ്ഞു 7 ഡേയ്സിനൊക്കെ ആർട്ടിക്കിൾസിൽ വേണമെങ്കിൽ പറയാം, ഒരു 7 ഡേയ്സിനൊക്കെ കൂടുതൽ ഉള്ള ഒരു ടൈം പീരീഡ് വേണമെങ്കിൽ നോട്ടീസ് സെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാമെന്ന് പറയാം. അതുപോലെ അജണ്ട അങ്ങനെ ചെയ്യാം കേട്ടോ. കുറയല്ലേ, കൂടാം. 7 ദിവസത്തിൽ മുകളിലുള്ള ഒരു ഡേറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. അടുത്തത്, അജണ്ടയ്ക്കകത്ത് ചില സമയത്ത് UPSI എന്ന് വെച്ചാൽ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്നൊരു സംഭവം വരും. ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് കമ്പനിക്ക് അകത്ത് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് പബ്ലിക്കിലേക്ക് ഇതുവരെ ആയിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോഴേ ആകൂ. അതാണ് ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ഡിസ്ക്ലോസ് ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയറിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് അതിനെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്, അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കീ മാനേജർ പേഴ്സിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, അതൊക്കെയാണ് എന്ന് പറയുന്നത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ടീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, വിളിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? പക്ഷെ ഒരു കാര്യമുണ്ട്, മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും അത് അപ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ, അത് നമ്മുടെ കമ്പനി ആക്ടിൽ പറയുന്നുണ്ട്, അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ടീസ് വെച്ച് നമുക്ക് വിളിക്കാം. പക്ഷെ അവിടെ നമ്മുടെ സാധനം വരും, ഇദ്ദേഹം കയറി വരും. SS1 പറയുന്നത് നിങ്ങൾ വിളിച്ചോ, പക്ഷെ ഒരു കാര്യമുണ്ട്, മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും എന്ത് ചെയ്തിരിക്കണം,
അതിന് ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കണം. എന്ന് വെച്ചാൽ അംഗീകരിക്കണം. മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രകാരമുള്ള അജണ്ട വെച്ചുകൊണ്ട് ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കാൻ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സും അംഗീകരിച്ചിരിക്കണം. അംഗീകരിച്ചില്ലെങ്കിൽ ആ അജണ്ട കൊടുക്കാൻ പറ്റത്തില്ല. SS1 മനസ്സിലായല്ലോ? SS1ന്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കാരണവശാലും ഈ സാധനത്തിന് വിടല്. നമുക്ക് നമ്മുടെ പഠിത്തത്തിനായാലും അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ കരിയറിലും വളരെ വേണ്ടി വരുന്ന ഒരു സാധനം ഇത് മാത്രമല്ല. SS1, SS2, SS3, SS4 അങ്ങനെ പലതും ഉണ്ട്. SS1 ബോർഡ് മീറ്റിംഗ്, SS2 എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ്, SS3 വരുമ്പോൾ അത് ഡിവിഡൻഡ്, അതിന് SS4 ബോർഡ് റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഈ സാധനം ഓർത്ത് വെച്ച് എപ്പോഴും കണക്ട് ചെയ്യാവുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, കമ്പനി സൈഡിൽ ഒരു കാര്യം പറയുന്നു, SS1ൽ മറ്റൊരു കാര്യം പറയുന്നു. ഒരേ കാര്യത്തിന് തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അങ്ങനെ വരികയാണ് നമുക്കൊരു ഡൗട്ട് നിലനിൽക്കും, ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ആക്ട് പ്രിവെയിൽ ചെയ്യും. ആക്ടിലുള്ള കാര്യമേ നമ്മൾ എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളായിരുന്നു? കമ്പനി സൈറ്റിൽ ഇയർ എന്നേ പറഞ്ഞുള്ളൂ. ഫിനാൻഷ്യൽ ആണോ കലണ്ടർ ഇയർ ആണോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ SS1 നമുക്കത് കറക്റ്റ് ചെയ്ത് തന്നു, കലണ്ടർ ഇയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഷോർട്ട് നോട്ടീസ് വെച്ച് വിളിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ SS1 പറയുന്നു നിങ്ങൾ വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വിളിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, മെജോറിറ്റി ഡയറക്ടേഴ്സ് എന്തിരിക്കണം, കൂടുതൽ ഡയറക്ടേഴ്സ് അത് അംഗീകരിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം അജണ്ട കൊടുക്കാൻ പറ്റത്തില്ല അതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഐഡിയും കൂടെ വരും, എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറും കൂടെ വരും. ഇപ്പൊ ഒരു കമ്പനിക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എങ്കിലും എന്ത് ചെയ്തിരിക്കണം, അതിനെ അംഗീകരിച്ചിരിക്കണം. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗീകാരവും വേണം. അതുപോലെ അതിനകത്ത് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അംഗീകാരവും കൂടെ വേണം. ഇനിയും ഒരു കമ്പനിക്ക് ഐഡിയ ഉണ്ട്, അതിനകത്ത് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ത് ചെയ്തില്ല, അതും കൂടെ നോക്കുക. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പോലും അതിനെ അംഗീകരിച്ചില്ല എങ്കിലും എന്താണ്, ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ വെച്ച് ഷോർട്ട് നോട്ടീസ് പ്രകാരം മീറ്റിംഗ് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. പിന്നെ നിങ്ങളുടെ പേജ് നമ്പർ 739 അജണ്ട ഏതൊക്കെ, ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് ജനറലും ഉണ്ട്, സ്പെഷ്യലും ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ റിസൾട്ട്, അതുപോലെ തന്നെ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു കീ മാനേജർ പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അജണ്ടയ്ക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം പ്ലാന്റുമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പൊ പ്ലാന്റ് ഞാനിപ്പോ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിലെ പ്ലാന്റ് റിലേറ്റഡ് കാര്യങ്ങൾ വരും. അപ്പോൾ അതും നമ്മുടെ അജണ്ടയ്ക്കകത്ത് ഉൾക്കൊള്ളും. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ പ്ലാന്റിൽ ഉള്ളവർ നമ്മുടെ ഇന്ന എക്യുപ്മെന്റ്സ് വേണം, വലിയ വലിയ കാര്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അജണ്ടയ്ക്കകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. അതപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. പിന്നെ ഞാൻ നോട്ടീസ് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സാധനം വിട്ടുപോയി, സോറി കേട്ടോ. ഈ നോട്ടീസിനകത്ത് നോട്ടീസ് നമ്മൾ സെക്ഷൻ 173 സബ്സെക്ഷൻ 3 പ്രകാരം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഈ നോട്ടീസ് കൊടുക്കാൻ ഒരാൾ ഇപ്പം കമ്പനി സെക്രട്ടറി ആകാം, അതല്ലെങ്കിൽ ഡയറക്ടർ ആകാം, അത് അല്ല എങ്കിൽ ആരാകാം, ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ഒരാളാകാം. അപ്പം അത് ഡിഫാൾട്ട് വരുത്തി കഴിഞ്ഞാൽ 25,000 രൂപ പെനാൽറ്റി കിട്ടും.
ഓക്കെ, 25,000 രൂപ പെനാൽറ്റി കിട്ടും. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ സെക്ഷൻ 173 ഫുള്ള് കഴിഞ്ഞേ. അത് അപ്പോ ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ 173 ബോർഡ് മീറ്റിംഗ്, അതുപോലെ തന്നെ നോട്ടീസ്, അതിന്റെ കൂടെ തന്നെ വരുന്ന അജണ്ട, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അടുത്തതാണ് സെക്ഷൻ 174 കോറം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു കോറം എന്ന് പറയുന്നത്. അപ്പോൾ കോറം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, എന്താണ് കോറം? ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കുമ്പം ഇത്ര ഡയറക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എങ്കിലേ നമുക്ക് അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കോറം. സിമ്പിൾ. ഇനി എത്രയാണ് കോറം? സാധാരണ കമ്പനികൾക്ക് 1/3, അതല്ലെങ്കിൽ 3 ഡയറക്ടേഴ്സ്. ഞാൻ ഒന്ന് എഴുതാം. സാധാരണ കമ്പനികൾക്ക് 1/3, അതല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ്, അല്ലെ? whichever is higher, അല്ലെ? ഇതാണ് 1/3, അതല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ്, ഏതാണോ ഹയർ. ഇനി ടോപ്പ് 2000 ലിസ്റ്റ് എൻറ്റിറ്റീസ്, ടോപ്പ് 2000 ലിസ്റ്റ് എൻറ്റിറ്റീസ്, സോറി ടോപ്പ് 2000 ലിസ്റ്റ് എൻറ്റിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ്? 1/3, 3 ഡയറക്ടേഴ്സ്, ഏതാണോ ഹയർ, ഇൻക്ലൂഡിങ് 1 ID ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. അടുത്തത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റ് പറയാൻ കറക്റ്റ് ആയിട്ട്. സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 കമ്പനി അവിടെ എങ്ങനെയാണെന്ന് അറിയാവോ? 8 ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെങ്തിന്റെ 25%, ഏതാണോ ലെസ്, whichever is less, minimum 2 directors. Okay, അപ്പോ അത് ഞാൻ ഒന്ന് കറക്റ്റ് ആയിട്ട് പറയാം. കോറം എന്താണെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ കോറം എന്ന് പറയുന്നത് 1/3, അതല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ്, whichever is higher. ഓക്കെ, അത് തന്നെയാണ്. ഇനി ടോപ്പ് 2000 ലിസ്റ്റ് എൻറ്റിറ്റീസ് ആണെന്നെങ്കിൽ അവരുടെ കോറം 1/3, അതല്ലെങ്കിൽ 3 ഡയറക്ടേഴ്സ്, ഏതാണോ ഹയർ, അതിനകത്തൊരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ കൂടെ കാണണം. സെക്ഷൻ 8 കമ്പനി ഉണ്ട്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതാണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. അവരുടെ കോറം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ 8 ഡയറക്ടേഴ്സ്, അതല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെങ്തിന്റെ 25%, whichever is less. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഹയർ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 8 കമ്പനി വരുമ്പം 8, അതല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെങ്തിന്റെ 25%, whichever is less, എത്ര ആയിക്കോട്ടെ, അത് എത്രയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എങ്ങനെയൊക്കെ പോയാലും മിനിമം 2 ഡയറക്ടേഴ്സ് വേണം. അതാണ് അവരുടെ കോറം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ സെക്ഷൻ 8 കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് കേട്ടോ. ഇന്നലെ ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അവള് എൻ്റെ കൂടെ EDP-യിലൊക്കെ ഉള്ളതായിരുന്നു. അവളിപ്പം പ്രൊഫഷണൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവളാണെങ്കിൽ ഒരു കൺസൾട്ടിങ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളെ വിളിച്ചപ്പം അവക്ക് സംഭവം എന്ന് പറഞ്ഞാൽ അവക്കൊരു വർക്ക് കിട്ടി. ഒരു സെക്ഷൻ 8 കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം, ക്ലോഷർ ചെയ്യണം. അപ്പോൾ അവക്കറിയാം ഇത് സാധാ കമ്പനികൾ പോലെ പറ്റത്തില്ല. സാധാരണ നമ്മൾ കമ്പനികൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് പോലെ പറ്റത്തില്ല. ഇതിന് വേറെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് അവക്ക് തോന്നി. ഡിഫറെന്റ് ആണെന്നുള്ള അവർക്ക് അത് മാത്രം അറിയാം. അപ്പോൾ അവൾ ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു, എടാ ഇന്ന പോലാണ് കാര്യം, എനിക്കിത് ബാക്കി അറിയണ്ട, നീ ഒന്ന് റെഫർ ചെയ്യാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഒന്ന് റെഫർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ റെഫർ ചെയ്തു. അപ്പോൾ റെഫർ ചെയ്തപ്പം സത്യമാണ്, അവള് പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള കമ്പനികൾ പോലെ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സെക്ഷൻ 8 കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ ഈ സെക്ഷൻ 8 കമ്പനിക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇൻകോർപ്പറേറ്റ് സമയത്ത് ഒരു ലൈസൻസ് ലഭിക്കും. ആ ലൈസൻസ് സറണ്ടർ ചെയ്യണം.
സറണ്ടർ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവർക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ സറണ്ടർ ചെയ്യണമെങ്കിൽ ഇവരെന്ത് ചെയ്തിരിക്കണം, ഈ സെക്ഷൻ 8 കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. പക്ഷെ ആ കൺവേർട്ട് ചെയ്യുന്ന കമ്പനി എന്താവാൻ പാടില്ല, ഒരു സെക്ഷൻ 8 കമ്പനി ആകാൻ പാടില്ല. ഓക്കെ. എന്നിട്ട് പിന്നെ അടുത്ത കാര്യം, എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ റിമെയിൻസ് ആയിട്ട് ഈ സെക്ഷൻ 8 കമ്പനി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേ സെക്ഷൻ 8 കമ്പനി എന്ത് ചെയ്യണം, ഇവരുടെ ഇതേ ഒബ്ജക്റ്റ് ഉള്ള ഏത് സെക്ഷൻ 8 കമ്പനിയാണോ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഈ അസറ്റ്സ്. ഓക്കെ. എന്നാലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിയുള്ള പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇവർക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ റെഫർ ചെയ്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പോയത് SBC സെറ്റിംഗ് അപ്പിൽ ഞാനൊരു കാര്യം പഠിച്ചല്ലോ എന്ന് ഞാൻ ഓർത്തു. അതാ ഞാൻ പറയാൻ വന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് അപ്പം തന്നെ പോകും. ഞാൻ സെറ്റിംഗ് അപ്പിൽ ഒരു കാര്യം പഠിച്ചല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു. അപ്പൊ സംഭവം എന്തായിരുന്നു, ഞാൻ ഇങ്ങനെ വായിച്ചായിരുന്നു, ഈ ഇവര് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ട് എങ്കിൽ ആ സെക്ഷൻ 8 കമ്പനി അതേ ഒബ്ജക്റ്റിലുള്ള മറ്റൊരു സെക്ഷൻ 8 കമ്പനിക്ക് അവരുടെ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ അപ്പം മൈൻഡിൽ ആലോചിച്ചു. ഇതിപ്പം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഞാനത് അവർക്ക് തിരിച്ചത് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അപ്പൊ അത് എന്ന് വെച്ചാൽ ഞാൻ ആ റെഫർ ചെയ്തുകൊണ്ടും അതുപോലെ ഞാൻ എൻ്റെ മൈൻഡിൽ അതുണ്ട്. അത് ഞാൻ കുറേ തവണ സെറ്റിംഗ് അപ്പ് ഞാൻ കുറേ തവണ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിൽ അത് നിപ്പുണ്ട്. അപ്പോൾ അതാണ് അഡ്വൈസ് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ അഡ്വൈസ് ചെയ്യണം. അപ്പൊ അവളെ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കൊരു ഞാൻ അഡ്വൈസ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തേ അവളെ. അപ്പൊ അവള് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവള് പോയി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഒരു യൂണിക് അതാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മള് കാര്യങ്ങൾ കണ്ടത്. അതിനാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നല്ലപോലെ സ്റ്റഡി മെറ്റീരിയൽ വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരാളെ അഡ്വൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് ഒരാൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കഴിവ് തന്നെ സത്യം പറഞ്ഞാല്. അപ്പം ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ എല്ലാവരും വരണം. ഓക്കെ. അപ്പൊ ഞാനത് ഈ സെക്ഷൻ 8 കമ്പനി പറഞ്ഞപ്പോ ജസ്റ്റ് ഓർത്തെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ അപ്പൊ നമ്മൾ കോറത്തിലോട്ട് തിരിച്ചു വരാം. ഇപ്പോ നമ്മൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും ഒരു കമ്പനിക്ക് അവർ ആർട്ടിക്കിൾസിൽ നമ്മൾ നോട്ടീസ് പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾ പറഞ്ഞുകൊണ്ട് ഹയർ നമ്പർ ഓഫ് കോറം വേണമെങ്കിൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത് പോരാ, ഇതിനപ്പുറം ഒരു കോറം വേണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയും ചെയ്യാം. ആർട്ടിക്കിൾസ് പറ്റും. ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം, ഇപ്പൊ നമ്മള് ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ഒരു ബിസിനസ് നമ്മൾ എടുക്കുന്നു. ആ ബിസിനസ്സിൽ നമ്മൾ ഈ ബോർഡ് മീറ്റിംഗിനകത്ത് ഏതെങ്കിലും ഒരു ഡയറക്ടർ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതുമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ബോർഡ് അതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ ബോർഡ് മീറ്റിംഗിൽ ആ ടൈമിൽ അദ്ദേഹത്തിന് എന്ത് പറ്റത്തില്ല, പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് മാറ്റി നിർത്തുകയും ചെയ്യും. അത് കുറവായിട്ട് കണക്കാക്കത്തുമില്ല അദ്ദേഹത്തിന്. ഓർത്തു വെച്ചേക്കാം. എന്നാൽ ഇത് സാധാരണയുള്ള കാര്യം. എന്നാൽ സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനിയും സ്പെസിഫൈഡ് IFSC പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എങ്ങനെയാണ്, അദ്ദേഹം ആ മീറ്റിംഗിന്റെ ടൈമിലോ അതല്ലെങ്കിൽ അതിനു മുമ്പോ അദ്ദേഹത്തിന് ആ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാം. എന്നാൽ നമ്മുടെ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു എക്സെപ്ഷൻ ആണുള്ളത്. അദ്ദേഹത്തിന് ആ ഡിസ്ക്ലോഷർ ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ കുറവായിട്ട് കണക്കാക്കുകയും ചെയ്യും. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അത്, പ്രൈവറ്റ് കമ്പനിയുടേത്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഇൻട്രസ്റ്റ് ഡയറക്ടറുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന് 2/3 കുറയാതെ അതല്ലെങ്കിൽ 2/3 അതിൽ കൂടുതലോ പേര് ഒരു ബിസിനസ്സിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ കോറം എങ്ങനെയായിരിക്കും, അത് ഞാൻ പറഞ്ഞുതരാം. സത്യം അത് എന്തുവാ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നു. ആ ടൈമില് ഇൻട്രസ്റ്റ് ഡയറക്ടറുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 2/3 അതിനേക്കാൾ കൂടുതലോ ആണ് ആ മീറ്റിംഗിലെ എന്തെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഡയറക്ടേഴ്സ് അത്രയും പേര് ഇൻട്രസ്റ്റ് ഡയറക്ടേഴ്സ് ഉണ്ട് എങ്കിൽ എന്താണ്,
കോറോ എന്ന് പറയുന്നത് ആരൊക്കെയാണോ ഇൻട്രസ്റ്റ് ആകാത്തത്, ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണോ ആ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആകാത്തത്, അതും മാത്രമല്ല അവരത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കോറായിട്ട് കണക്കാക്കാം. കറക്റ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പം നമ്മളൊരു കമ്പനിയുടെ മീറ്റിംഗ് വിളിക്കുന്നു, അതിനകത്തൊരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ ട്രാൻസാക്ഷനകത്ത് കുറെ ഡയറക്ടേഴ്സ് എന്താണ് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ മൂന്നിൽ രണ്ടോ അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് അതിനകത്ത് ഇൻട്രസ്റ്റ് ആണെന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്ത ഡയറക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് ആരൊക്കെയാണോ അതിനകത്ത് ഇൻട്രസ്റ്റ് ആകാത്തവര്, അതാണ് കോറോ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും വേണം അങ്ങനെ ഒരു കോറം കണക്കാക്കണമെങ്കിൽ. ആ 2 ഡയറക്ടേഴ്സ് എന്തായിരിക്കണം, ആ ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ഇൻട്രസ്റ്റ് ആകാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഇനി ഇപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെങ്കിലും റിസൈനേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഒക്കെ പ്രകാരം ഒരു ഡയറക്ടർ പോയി നോക്കാം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് മീറ്റിംഗിന് കോറം വേണം. അപ്പൊ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയുള്ള നടപടികൾ എന്ന് വെച്ചാൽ അടുത്തൊരു ഡയറക്ടറിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ ആര് സ്വീകരിക്കണം, ബോർഡ് കൈക്കൊള്ളണം, ബോർഡ് എടുത്തിരിക്കണം. ഓക്കെ. ഇനി ഇപ്പം ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നു. ആ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് അഡ്ജൈൻ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും റീസൺ വരികയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സോറി ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് വിളിക്കുന്നു, ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നു. അതിനകത്ത് കോറം കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അവര് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആർട്ടിക്കിൾസ് നോക്കും. അതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മീറ്റിംഗ് അഡ്ജൈൻ ചെയ്യും. എന്ന് വെച്ചാൽ മാറ്റിവെക്കും, അടുത്ത ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കും. സാധാരണ എല്ലാ മീറ്റിങ്ങും ബോർഡ് മീറ്റിംഗ് മാറ്റിവെക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ ഇതേ ഡേയിൽ ഇതേ പ്ലേസിലായിരിക്കും. ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു അഡ്ജൈൻ മീറ്റിംഗ് എപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നെക്സ്റ്റ് വീക്കിൽ ഇതേ ഡേയിൽ ഇതേ പ്ലേസിലാണ് നമ്മൾ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടത്, അഡ്ജൈൻ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഞാനത് നേരത്തെ വിട്ടുപോയി, ഇന്ന ഡേയിലെ നടത്താവൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്ത്, ബോർഡ് മീറ്റിംഗ് നമുക്ക് ഏത് ഡേയും പറ്റും. ഓക്കെ, അത് പബ്ലിക് ഹോളിഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കിംഗ് ഡേ, അതുപോലെ വർക്കിംഗ് ഡേ അല്ലാത്തൊരു ഡേ ആയിക്കോട്ടെ, സൺഡേ ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിലും പറ്റും. പക്ഷെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, നല്ല ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നല്ലൊരു ഗവേണൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എങ്കിൽ എപ്പോഴും ഒരു നാഷണൽ ഹോളിഡേ അല്ലാതെയുള്ള ഡേയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്ത് കമ്പനീസ് ആക്ട് തന്നെ പറയുന്നുണ്ട്, നാഷണൽ ഹോളിഡേയിൽ നമുക്ക് എന്ത് പറ്റും, ബോർഡ് മീറ്റിംഗ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ഇന്ന ഡേയിലേ നടത്താവൂ എന്നൊന്നുമില്ല. നാഷണൽ ഹോളിഡേയിലും നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് ഹോളിഡേയിലും ഒക്കെ നമുക്ക് ബോർഡ് മീറ്റിംഗ് നടത്താം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ കോറത്തിന്റെ കേസ് പറഞ്ഞു. സെക്ഷൻ 174 പ്രകാരം ഒരു കമ്പനിയിൽ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ച സമയത്ത് കറക്റ്റ് കോറം പ്രസന്റ് ആയില്ല. അങ്ങനെ പ്രസന്റ് ആയില്ല എങ്കിൽ അത് നമ്മൾ അഡ്ജൈൻ ചെയ്യും. അങ്ങനെ കോറം പ്രസന്റ് ആകാത്തത് കൊണ്ട് അഡ്ജൈൻ ചെയ്യുന്ന മീറ്റിംഗ് ആണെന്നുണ്ട് എങ്കിൽ അത് നാഷണൽ ഹോളിഡേയിൽ വെക്കാൻ പാടില്ല. നെക്സ്റ്റ് സക്സീഡിന്റെ അടുത്ത ഡേയിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഓർക്കുക, ഒരു ബോർഡ് മീറ്റിംഗ് നമുക്ക്, ഒറിജിനൽ ബോർഡ് മീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ ഹോളിഡേയിൽ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, കണ്ടക്ട് ചെയ്യാം. പക്ഷെ കോറത്തിന് വേണ്ടി അഡ്ജൈൻ ചെയ്ത ഒരു ബോർഡ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നാഷണൽ ഹോളിഡേ നടത്തരുത്, നെക്സ്റ്റ് സക്സീഡിംഗ് ഡേയിലേ നടത്താവുള്ളൂ. പിന്നെ ഈ സെക്ഷൻ 174 വൺ പേഴ്സൺ കമ്പനിക്ക് അവിടെ ഒരു ഡയറക്ടർ ഉള്ളെങ്കിൽ ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ ഡയറക്ടർ ഉണ്ടെങ്കിൽ 174 അവർക്ക് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ.
പിന്നെ നമ്മളിപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തി. അപ്പം അത് അഡ്ജേൺ ചെയ്തു. ആ അഡ്ജേൺ ചെയ്ത സമയത്തും ക്വാറം പ്രസന്റ് ആയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. ബോർഡ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ SS1 നമ്മുടെ സാധനം SS1 പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഡയറക്ടേഴ്സ് എന്തില്ല ഡിസെൻഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ എതിർത്ത് നിന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറയും. എതിർത്ത് നിന്നില്ല എങ്കിൽ ചെയർമാൻ ഒരു അധികാരമുണ്ട് എന്ത് ചെയ്യാം എന്ത് കാരണം കൊണ്ടും എന്ത് ചെയ്യാം മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. SS1 ആ അധികാരം കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഗുണമൊക്കെ അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം കമ്പനീസ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ നമ്മുടെ SS1 പറയുന്നുണ്ട് മറ്റുള്ള ഡയറക്ടേഴ്സ് ഒബ്ജക്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചെയർമാൻ എന്ത് ചെയ്യാം, ബോർഡിന്റെ ചെയർമാന് മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ കോറം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ മാത്രം എടുക്കേണ്ടതല്ല. എന്ന് വെച്ചാല് നമ്മളൊരു തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ബോർഡ് മീറ്റിംഗ് തുടങ്ങി ആ ബിസിനസ് ഫുള്ള് ട്രാൻസാക്ട് ചെയ്ത് അവസാനം വരെയും കോറം പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ഡിസിഷൻസ് എല്ലാം ഇൻവാൾവ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കോറം. സെക്ഷൻ 174 കഴിഞ്ഞേ. അടുത്തത് അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. അത് സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1 ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ബോർഡ് മീറ്റിംഗ് നടത്തിയാലും കമ്മിറ്റി മീറ്റിംഗ് നടത്തിയാലും അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ബോർഡ് മീറ്റിങ്ങിന് ഒരു സെപ്പറേറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ കാണാം. കമ്മിറ്റീസിനുള്ള മീറ്റിങ്ങിനും സെപ്പറേറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ കാണണം. അപ്പൊ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഏതൊക്കെ ഡയറക്ടർ ആണ് വന്നത്, അവർ ഏത് രീതിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഇപ്പം ഫിസിക്കലി ആണോ അതല്ലെങ്കിൽ വെർച്വൽ മീറ്റിംഗ് വഴിയാണോ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതുപോലെ അദ്ദേഹം എവിടെ നിന്നാണ്, ഇപ്പം വെർച്വൽ മീറ്റിംഗ് ആണെങ്കിൽ എവിടെ നിന്നാണ് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ. നമ്മൾ എന്നിട്ട് അതിനകത്ത് ഓരോരുത്തരുടെ സൈനും നമ്മൾ വാങ്ങിച്ചിരിക്കും. അതാണ് അറ്റൻഡൻസ് രജിസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഒന്നുകിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ, അതല്ലെങ്കിൽ ബോർഡ് അപ്രൂവ് ചെയ്യുന്ന ഒരു പ്ലേസിലായിരിക്കും അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കമ്പനിയിലെ ഒരു ഡയറക്ടർ സീസ് ചെയ്തു എന്ന് വെച്ചാൽ കമ്പനിയിലെ ഒരു ഡയറക്ടർ പോയി. അപ്പൊ ആ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അദ്ദേഹം ഇരുന്ന സമയത്തുള്ള ബോർഡ് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ അദ്ദേഹത്തിന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രിസർവ് ചെയ്യുന്നത്, സൂക്ഷിച്ചിരിക്കേണ്ടത് 8 years ആണ്. ഓക്കെ, സോറി, 8 വർഷം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിച്ചിരിക്കണം. അതിനുശേഷം ബോർഡിന്റെ അപ്രൂവലോടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രോയ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. പിന്നെ ഇക്വിറ്റി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇക്വിറ്റി ലിസ്റ്റഡ് കമ്പനിക്ക് ഒരു പോളിസി ഉണ്ട്. അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അത് LODR പറയുന്നുണ്ട്. അവർക്ക് ഒരു പ്രിസർവേഷൻ പോളിസി കാണും. അപ്പം ആ പോളിസി പ്രകാരമായിരിക്കും അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, അവര് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ പ്രിസർവേഷൻ പോളിസിക്കകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരമായിരിക്കണം അവര് ഇതൊക്കെ സൂക്ഷിക്കേണ്ടത്. അപ്പൊ സാധാരണ അറ്റൻഡൻസ് രജിസ്റ്റർ 8 വർഷം സൂക്ഷിക്കുക മിനിമം. അതിനുശേഷം അത് ബോർഡിന്റെ അപ്രൂവലോട് കൂടി വേണമെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാം. എന്നാല് ഇക്വിറ്റി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രിസർവേഷൻ പോളിസി കാണും. അത് പ്രകാരമേ അവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ പഠിച്ചു. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ലീവ് ഓഫ് ആബ്സെൻസ് ആണ്.
ഓക്കെ. ലീവ് ഓഫ് ആബ്സെൻസ്. ഇപ്പോ കമ്പനി സൈറ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു ഡയറക്ടർ അദ്ദേഹം ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ നോട്ടീസ് കൊടുത്തു. അപ്പൊ നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? തിരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കമ്പനി സെക്രട്ടറി അടുത്തെങ്കിലും, അതല്ലെങ്കിൽ ചെയർമാന്, അതല്ലെങ്കിൽ ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ഒരാൾ, എന്ന് വെച്ചാൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഈ ഡയറക്ടർ ആരാണോ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം ഈ ബോർഡ് മീറ്റിംഗിൽ ആബ്സെന്റ് ആണ് എന്ന് ആണെങ്കിൽ അദ്ദേഹം ഈ 3 പേരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഓക്കെ, അതാണ് ലീവ് ഓഫ് ആബ്സെൻസ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വർഷത്തിൽ നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ എല്ലാം ഒരാള് ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ട്, ലീവ് ഓഫ് ആബ്സെൻസ് കൊടുത്തുകൊണ്ടോ അല്ലാതെയോ ആബ്സെന്റ് ആണ്, ഒന്നിനും പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ ഓഫീസ് വേക്കന്റ് ആണ്, സീസ് ചെയ്യും. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് ഇത് കഴിഞ്ഞു, ചെയർമാനാണ്. ഈ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു പൊസിഷനാണ്. ആ ചെയർമാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെയർമാനാണ് ഇത് എങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗ് എങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യണം, അതിനെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ ആയിരിക്കണം. അതുപോലെ അദ്ദേഹത്തിന് വേറെ കുറച്ച് പവേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ചില സമയത്ത് ഈക്വൽ വോട്ടിംഗ് ആണ് എങ്കിൽ ഡയറക്ടേഴ്സിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അഡീഷണൽ പവർ ഉണ്ട്, ബോർഡ് കാസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പം ചെയർമാൻ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു പൊസിഷനാണ്. കമ്പനീസ് ആയിട്ട് സ്പെഷ്യലി ഒരു ഡെഫിനേഷൻ ഒന്നും തന്നെ ചെയർമാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രൊഫഷണൽ ലെവലിൽ വരുമ്പോൾ നല്ലപോലെ പഠിക്കും. അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ബോർഡ് മീറ്റിംഗിനെ സംബന്ധിച്ച് കമ്പനിക്ക് ചെയർമാൻ ഉണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗിന്റെ ചെയർമാൻ ആ ചെയർമാൻ ആയിരിക്കും. കമ്പനിക്ക് ചെയർമാൻ ഉണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗിന്റെ ചെയർമാനും ആരായിരിക്കും? ആ കമ്പനിയുടെ ചെയർമാൻ ആയിരിക്കും. ഇനി കമ്പനിക്ക് ചെയർമാൻ ഇല്ല എങ്കിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കും. അതായിരിക്കും ബോർഡ് മീറ്റിംഗ് ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ബോർഡ് മീറ്റിംഗ് തുടങ്ങി, അപ്പൊ തുടങ്ങിയിട്ടും ചെയർമാന് അദ്ദേഹം ആബ്സെന്റ് ആയിപ്പോയി, അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യും? ചെയർമാനായിട്ട് എലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. കമ്പനിക്ക് ചെയർമാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബോർഡിന്റെ ചെയർമാൻ. ഇനി കമ്പനിക്ക് ചെയർമാൻ ഇല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരിൽ നിന്ന് ഒരാളെ ചെയർമാനായിട്ട് കണ്ടെത്തും. ഇനി കമ്പനിക്ക് ചെയർമാൻ ഉണ്ട്, അദ്ദേഹം അതല്ലെങ്കിൽ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തെരഞ്ഞെടുത്ത ചെയർമാന് എന്ത് ചെയ്തു, മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ ഡയറക്ടേഴ്സിന്റെയും അവരിൽ നിന്ന് ഒരാളെ ഇലക്ട് ചെയ്യും ചെയർമാനായിട്ട്. അത്രേ ഉള്ളൂ ചെയർമാൻ. ഓക്കെ, ഇനി ഒരെണ്ണം സെക്ഷൻ 118 ആണ്, മിനിറ്റ്സ് എന്ന് പറയും. ഈ സെക്ഷൻ 118 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ, മിനിറ്റ്സ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു, അതല്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു, അതിനകത്ത് പ്രൊസീഡിങ്സ്, അതിനകത്തുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് സിമ്പിൾ. ഓക്കെ, അത്രയും വിചാരിച്ചാൽ മതി. ഇനി ഒരു നമ്മള് ഇപ്പൊ ബോർഡ് മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലെ. അപ്പം ബോർഡ് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്ത് ഏത് ഡേറ്റിലാണോ ഇപ്പൊ ഇന്ന് ആ ബോർഡ് മീറ്റിംഗ് നടന്നത്, അപ്പൊ ഇന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ, വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ മിനിറ്റ്സ് ബുക്കിൽ മിനിറ്റ്സ് എൻ്റർ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? സെക്ഷൻ 118 പറയുന്നത് മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് നടന്ന ഡേ എന്നാണോ അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ മിനിറ്റ്സ് ബുക്കിൽ എൻ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത്, ഇപ്പോ ബോർഡ് മീറ്റിംഗ് നടന്ന് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു ഡ്രാഫ്റ്റ് മിനിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. വിത്തിൻ 15 ഡേയ്സ്, 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം?
ഒരു ഡ്രാഫ്റ്റ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഈ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറക്ടേഴ്സിനെല്ലാം അത് കൊടുക്കണം. അത് ബോർഡ് മീറ്റിൽ പങ്കെടുത്തവർക്കും കൊടുക്കണം, പങ്കെടുക്കാത്തവർക്കും കൊടുക്കണം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് കൊടുക്കും. ഈ 15 ദിവസം നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു 7 ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തിനാണ്? ഇവരുടെ കമന്റ്സിന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഡയറക്ടേഴ്സിന്റെ കമന്റ്സ്, അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് നോക്കും. 7 ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കമന്റ്സ് എല്ലാം കിട്ടിയതിന് ശേഷം ഈ നമ്മൾ ഫൈനൽ ഒരു മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, മിനിറ്റ്സ് രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. സെക്ഷൻ 118 പ്രകാരം നമ്മൾ മിനിറ്റ്സ് എടുക്കുന്നു. ആ ടൈമിൽ മിനിറ്റ്സ് നമ്മൾ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, മിനിറ്റ്സ് ബുക്കിൽ എൻറ്റർ ചെയ്തിരിക്കണം എന്നാണ് നിയമം. പിന്നെ ആദ്യം നമ്മൾ അതിന് വേണ്ടി ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഒരു ഡ്രാഫ്റ്റ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഡയറക്ടേഴ്സിന്റെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി അവർക്ക് നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. അവര് 7 ദിവസത്തിനുള്ളിൽ അവർ റിപ്ലൈ തരണം. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 7 ഡേയ്സിനുള്ളിൽ നമ്മൾ റിപ്ലൈ തരണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടർ 7 ഡേയ്സ് കഴിഞ്ഞാണ് റിപ്ലൈ തന്നതെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യാം, ആ കമന്റ്സ് എടുക്കാം. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സാധാരണ 7 ദിവസത്തിനുള്ളിൽ കമന്റ്സ് തരണമെന്നാണ്. ഇപ്പോൾ ഒരു ഡയറക്ടറിന് 7 ദിവസം കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മുടെ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ചെയർമാന് അദ്ദേഹത്തിന്റെ കമന്റ്സും എടുക്കാവുന്നതാണ്. അത് ഓർത്ത് വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും, മിനിറ്റ്സ് ബുക്കിൽ എൻട്രി ചെയ്യും. ഓക്കെ, പിന്നെ മിനിറ്റ്സ് നമ്മൾ പ്രിസർവ് ചെയ്തിരിക്കുന്നത് പെർമനന്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ മിനിറ്റ്സ് എപ്പോഴും കമ്പനിയുടെ സൂക്ഷിക്കേണ്ടത് പെർമനന്റ് ആയിട്ടാണ്, അല്ലാതെ 3 years ഒന്നും അല്ല. ഓക്കെ, പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ 7 ഡേയ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ നമുക്ക് റിപ്ലൈ തന്നില്ല എങ്കിൽ അദ്ദേഹം ഈ മിനിറ്റ്സ് അപ്രൂവ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കും. പിന്നെ ഈ മിനിറ്റ്സ് സൈൻ ചെയ്യണം. അപ്പൊ ആ മിനിറ്റ്സ് സൈൻ ചെയ്യുന്ന ആരാണ്? ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ്. ഈ മീറ്റിംഗിലെ ചെയർമാൻ. ഇപ്പൊ ഏത് മീറ്റിംഗിലെ മിനിറ്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്, ആ മീറ്റിംഗിലെ ചെയർമാൻ ആയിരിക്കും സൈൻ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അടുത്ത ബോർഡ് മീറ്റിംഗിലെ ചെയർമാൻ. ഓക്കെ, പിന്നെ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, മിനിറ്റ്സ് നമ്മളിപ്പം ഇലക്ട്രോണിക് ഫോമിലാണ് നമ്മൾ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ടൈം സ്റ്റാമ്പ് ഉണ്ടാവണം. ഇത് ചില സമയത്ത് കയറി ചോദിക്കുന്നതാണ് ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പ് എന്ന് വെച്ചാൽ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. കറണ്ട് ഇവന്റ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. നിങ്ങളത് ജസ്റ്റ് ഇത്രയും അറിഞ്ഞാൽ മതി. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഹാർഡ്വെയർ വെച്ച് ഇപ്പൊ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ കറണ്ട് ഇവന്റ് റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അത്രമാത്രം പഠിച്ചാൽ മതി. അപ്പം മിനിറ്റ്സ് ഇലക്ട്രോണിക്കിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. അത്രേ പറയുന്നുള്ളൂ. പിന്നെ മിനിറ്റ്സ് സൈൻ ചെയ്യേണ്ട ആരാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, മിനിറ്റ്സ് സൈൻ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ഈ സൈൻ ചെയ്ത മിനിറ്റ്സ് നമ്മൾ എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്തിരിക്കണം, സർക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ മിനിറ്റ്സ് സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത മിനിറ്റ്സ് എന്ത് ചെയ്തിരിക്കണം, ഇപ്പൊ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്തിരിക്കണം, കൊടുക്കണം. അപ്പൊ ആ ബോർഡ് മീറ്റിംഗ് നടന്ന ടൈമിലെ ഡയറക്ടേഴ്സ് മാത്രമല്ല, അതിനുശേഷം നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഡയറക്ടേഴ്സിനും ഈ
സൈൻ ചെയ്ത മിനിറ്റ്സിന്റെ കോപ്പിയാണ്, കോപ്പി കൊടുക്കണം. ആ കോപ്പി ആര് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാകണം? കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ആള്. ഓക്കെ. പിന്നെ പ്രൂഫ് ഓഫ് സെൻഡിങ്, അത് 3 years തന്നെയാണ് കേട്ടോ. മിനിറ്റ്സ് പെർമനന്റ് ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷെ മിനിറ്റ്സ് നമ്മൾ അയച്ചു എന്നുള്ളതിന്റെ പ്രൂഫ് 3 വർഷമാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ കമ്പനിയിലെ മെമ്പേഴ്സിന് ബോർഡ് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. അത് നോട്ട് ചെയ്തേക്കുക. ഇനി പെനാൽറ്റി. ഈ സെക്ഷൻ 118 എന്തെങ്കിലും ഡിഫാൾട്ട് വരുത്തുകയാണെന്നുണ്ട് എങ്കിൽ കമ്പനിക്ക് 25,000, ഓഫീസർ ഹൂ ഇസ് ഇൻ ഡിഫാൾട്ട് 5,000. കമ്പനിക്ക് 25,000, ആരാണോ ഓഫീസർ ഹൂ ഇസ് ഡിഫാൾട്ട് അദ്ദേഹത്തിന് 5,000 രൂപ പെനാൽറ്റി കിട്ടും. ഓക്കെ അല്ലേ? ഇനി ടാമ്പർ ചെയ്തു എന്ന് വെച്ചാൽ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 വർഷം ഇംപ്രിസൺമെന്റ്, തടവ് ലഭിക്കും. അതുപോലെ തന്നെ ഫൈൻ കിട്ടും 25,000 കുറയാതെ. അത് 1 lakh വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ സാധാരണ മിനിറ്റ്സ് സെക്ഷൻ 180 എന്തെങ്കിലും ഡിഫാൾട്ട് വരുത്തുകയാണെങ്കിൽ കമ്പനിക്ക് 25,000, ആരാണോ ഹൂ ഇസ് ഇൻ ഡിഫാൾട്ട് അദ്ദേഹത്തിന് 5,000. ഇനി മിനിറ്റ്സ് ടാമ്പർ ചെയ്യുകയാണ്, കൃത്രിമം കാട്ടുകയാണെന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് 2 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ കുറയാതെ പിഴയും കിട്ടും, ഫൈൻ കിട്ടും. അത് എത്ര വരെ പോകാം? 1 lakh വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വിട്ടുപോയി, കമ്പനീസ് ആക്ട് പറയുന്നത് ഇത് ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യവും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ടിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും മിനിറ്റ്സ് ആൾട്ടർ ചെയ്യരുതെന്ന്. കമ്പനീസ് ആക്ട് പറയുന്നു നമ്മൾ ഒരു കാരണവശാലും മിനിറ്റ്സ് ആൾട്ടർ ചെയ്യരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ സബ്സിക്വന്റ് മീറ്റിംഗ്, അടുത്ത മീറ്റിംഗിൽ അപ്രൂവൽ ബോർഡിന്റെ അപ്രൂവൽ വാങ്ങിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആൾട്ടർ ചെയ്യാം. ഓക്കെ. അപ്പൊ കമ്പനീസ് ഇതാണ് ചില സമയത്ത് നമുക്ക് കുഴയ്ക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഒരിടത്ത് പറയുന്നുണ്ട് എന്താണ്? കമ്പനീസ് ആക്ട് പ്രകാരം മിനിറ്റ്സ് ആൾട്ടർ ചെയ്യരുത്, ചേഞ്ച് ചെയ്യരുത്. ഓക്കെ. പക്ഷെ കാരണം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, അത് കറക്റ്റ് കാരണമാണെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന മീറ്റിംഗിൽ ബോർഡിന്റെ അപ്രൂവൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റ്സ് ആൾട്ടർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ പറയുന്നത്, എടുത്തടിച്ച പോലെ നമുക്കൊരു നോ പറയാനുള്ള ഓപ്ഷൻ നമ്മുടെ CS-നകത്ത് ഇല്ല. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ മിനിറ്റ്സ്. അടുത്തത് റെസൊല്യൂഷൻസ് ആണ്. റെസൊല്യൂഷൻ പല റെസൊല്യൂഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒന്ന് ബോർഡ് റെസൊല്യൂഷൻ ആണ്. ബോർഡ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു കാര്യം ബോർഡിലേക്ക് വെക്കുന്നു, ഒരു ബിസിനസ് ബോർഡിലേക്ക് വെക്കുന്നു, അതിനെ മോഷൻ എന്ന് പറയും. അത് പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ സാധാരണ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം എന്താണ്? ബോർഡ് റെസൊല്യൂഷൻ ആണ്. അപ്പം അതിനകത്ത് പാസ് ആവുകയാണെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്ത് പറയും? ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറയും. ഇപ്പോ അതിനകത്ത് ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് ചാപ്റ്റർ 15 അത് ബോർഡിന്റെ പവേഴ്സ് പറയുന്നത്, സെക്ഷൻ 179 സബ്സെക്ഷൻ 3. അത് പ്രകാരമുള്ള പവറുകളല്ല, അത് അടുത്ത ക്ലാസ് നമ്മൾ പറയും. അപ്പോ അത് പ്രകാരമുള്ള പവർ എല്ലാം തന്നെ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബോർഡിന് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് സർക്കുലേഷൻ വഴി പറ്റത്തില്ല. അത് നമുക്ക് പറയാം, സെക്ഷൻ 175 പറയാം നമുക്ക്. ഓക്കെ. അപ്പം ആ സെക്ഷൻ 179 സബ്സെക്ഷൻ 3 പ്രകാരമുള്ള കാര്യങ്ങൾ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ച് അതിനകത്ത് ബോർഡ് റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കണം. അതല്ലാതെ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിലൂടെ അതൊന്നും പാസ്സാക്കാൻ പറ്റത്തില്ല. രണ്ടാമതാണ് അനാനിമസ് റെസൊല്യൂഷൻ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും ഒറ്റ സ്വരത്തിൽ എന്ത് പറയണം? ആ ഒരു ബിസിനസ് അംഗീകരിച്ചിരിക്കണം. അതാണ് അനാനിമസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരാൾ പോലും വിട്ടു നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഒരു മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും ഒരേ സ്വരത്തിൽ എന്ത് പറയണം? ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാലേ ഈ അനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ.
3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു വേറൊരു കമ്പനിയിൽ MD ആയോ അതല്ലെങ്കിൽ മാനേജറായിട്ടോ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് MD ആക്കുന്നു, അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു. അതിന് അനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ. 2, സെക്ഷൻ 186 സബ്സെക്ഷൻ 5 പ്രകാരം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കുന്നു. ആ ടൈമില് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി നൽകുന്നു, ആ ടൈമിലും ഈ അനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കണം. അതുപോലെ തന്നെ ഈ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന കമ്പനി ആണെങ്കിൽ അവർക്ക് ഡിപ്പോസിറ്റേഴ്സിന് വേണ്ടി ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പം ആ ട്രസ്റ്റിയുടെ ടൈം എക്സ്പയർ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഒരു ലെറ്റർ അല്ലെങ്കിൽ സർക്കുലേഷൻ പ്രകാരം അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പ്രകാരം അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നു. അതിനും അനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പം അനാനിമസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡ് മീറ്റിംഗ് പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെ കാര്യത്തിന്? 1, വേറൊരു കമ്പനിയിലെ MDയോ മാനേജറോ ആയിരുന്ന ഒരു വ്യക്തി നമ്മുടെ കമ്പനിയിൽ MD ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു, അപ്പോൾ അത് പാസ്സാക്കണം. അതുപോലെ തന്നെ സെക്ഷൻ 186 സബ്സെക്ഷൻ 5 പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നു, ഗ്യാരണ്ടി കൊടുക്കുന്നു, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി നൽകുന്നു. ആ ടൈമിൽ എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞ അനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കണം. 3ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഡിപ്പോസിറ്റേഴ്സിന് നമ്മൾ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പം ആ ട്രസ്റ്റിയെ അദ്ദേഹത്തിന്റെ ഡേറ്റ് പീരീഡ് എക്സ്പയർ ആകുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യുന്നു. അപ്പം അതിനും എന്ത് ചെയ്യണം, ഇവരെല്ലാവരും ഒരുപോലെ തന്നെ വോട്ട് ചെയ്തിരിക്കണം. ഓക്കെ. 3ാമത്തതാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. സെക്ഷൻ 175. ഇപ്പം എപ്പോഴും ഒരു ബോർഡ് മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ടൈമിൽ കമ്പനി ചെയ്യുന്ന കാര്യമാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. ഏത് ബിസിനസ് ആണോ ട്രാൻസാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ബിസിനസിനെ കുറിച്ചാണോ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സിനും അയച്ചു കൊടുക്കും. ഓക്കെ. അയച്ചു കൊടുത്തിട്ട് അവരുടെ റിപ്ലൈക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ അയച്ചു കൊടുക്കുന്നു. വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ അവർ തിരിച്ച് നമുക്ക് റിപ്ലൈ തരണം. റിപ്ലൈ തന്നില്ലെങ്കിൽ അവർ ഈ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കും. ഓക്കെ. പിന്നെ ഇപ്പൊ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത്. പോസ്റ്റൽ വഴി അയക്കുന്നെങ്കിൽ 2 ഡേയ്സും കൂടി നമ്മൾ കൊടുക്കണം, അത് സെർവ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഇതാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പെട്ടെന്നൊരു അർജന്റ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യണം, പക്ഷെ അതിന് ബോർഡ് മീറ്റിംഗ് നമുക്ക് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇവർക്ക് എല്ലാ ഡയറക്ടേഴ്സിനും അയച്ചു കൊടുക്കും. അവര് 7 ദിവസത്തിനുള്ളിൽ ആ ഡ്രാഫ്റ്റ് റെസൊല്യൂഷനിൽ എന്ത് ചെയ്യണം, അവരുടെ റിപ്ലൈ, അതിപ്പം നിങ്ങൾ അതിനെതിരാണോ ആ ബിസിനസ്സിന് അനുകൂലമാണോ എന്നുള്ളത് കമന്റ്സ് നമുക്ക് അയക്കണം. ഇനി 7 ദിവസത്തിനുള്ളിൽ റിപ്ലൈ വന്നില്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കണക്കാക്കും. പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയക്കുന്നെങ്കിൽ അഡീഷണൽ ഒരു 2 ഡേയ്സും കൂടെ കൊടുക്കണം. 7 അല്ല, 7 കൂടാതെ ഒരു 2 ദിവസം അഡീഷണൽ കൂടെ അദ്ദേഹത്തിന് റിപ്ലൈ തരാൻ കൊടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് സർക്കുലേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നു, റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനകത്ത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 1/3 കുറയാതെ ഉള്ളവർ പറയുകയാണ് ഈ ഡിസിഷൻ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ച് അതിനകത്ത് അപ്രൂവ് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ ആ ബിസിനസ് അടുത്ത ബോർഡ് മീറ്റിംഗിൽ വെച്ചിരിക്കണം, അങ്ങനെ പാസ്സാക്കാവൂ. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, ഇപ്പം ഡ്രാഫ്റ്റ് കൊടുത്തു, നമ്മൾ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 1/3 3/1 കുറയാതെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, റിപ്ലൈ തരികയാണ്. ഇത് ബോർഡ് മീറ്റിംഗ് വിളിച്ച് അതിനകത്ത് ഇത് വെച്ച് അംഗീകരിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ
ഇപ്പം ഈ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിലൂടെ ഒരു റെസൊല്യൂഷൻ പാസ്സായെങ്കിൽ അത് അടുത്ത സബ്സിക്വന്റ് മീറ്റിംഗിൽ ആണ് നോട്ട് ചെയ്യുന്നതും ആ മീറ്റിംഗിലെ മിനിറ്റ്സിനകത്താണ് അത് എൻറ്റർ ചെയ്യുന്നത്. പിന്നെ ഒരു ഡൗട്ട് ഇവിടെ വരുന്നത്, ഈ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ കൊടുത്തു, ഇത് ഏത് ഡേറ്റിലാണ് നമ്മൾ പാസ്സായെന്ന് ചോദിക്കും. അപ്പൊ നമുക്കൊരു ഡേറ്റ് വേണമല്ലോ ഇത് പാസ്സായത് കാണാൻ. അതെന്ന് പറഞ്ഞാല് മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് റിപ്ലൈ തന്ന ദിവസം, അത് അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു ഡേറ്റ് മെൻഷൻ ചെയ്യും, ഇന്ന ഡേക്കുള്ളിൽ നിങ്ങൾ തിരിച്ചു തരണം. ഇതിനകത്ത് ഏതാണോ ഇയർലി നേരത്തെ വരുന്നത് അതാണെന്ന് പറയുന്നത് ഈ റെസൊല്യൂഷൻ പാസ്സായ ഡേറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ എന്ന രീതി നമ്മൾ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ കൊടുക്കുന്നു, അത് പാസ്സായ ഒരു ഡേറ്റ് നമുക്ക് വേണം. അങ്ങനെ ആ ഡേറ്റ് കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഈ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് തന്നത് റിപ്ലൈ തന്ന ദിവസം എടുക്കുക. അതുപോലെ തന്നെ അതിനപ്പുറത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ് കാണും, ഇന്ന ഡേറ്റിനുള്ളിൽ നമുക്ക് റിപ്ലൈ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏതാണോ നേരത്തെ വരുന്നത് അതാണ് അത് പാസ്സായ ദിവസം. ഓക്കെ, ഇത്രയേ ഉള്ളൂ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, മീറ്റിംഗ് ഓഫ് ID ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉള്ള എല്ലാ കമ്പനിയിലെയും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വർഷത്തിൽ ഒരിക്കൽ, വൺസ് ഇൻ എ ഇയർ ഒരു മീറ്റിംഗ് നടത്തിയിരിക്കണം. അപ്പം ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം, അവരൊരു മീറ്റിംഗ് നടത്തിയിരിക്കണം. അതിനകത്ത് മറ്റുള്ള ഡയറക്ടേഴ്സ് ഒന്നും പങ്കെടുക്കാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ SS1 ആപ്ലിക്കബിൾ അല്ല, SS1 നോട്ട് ആപ്ലിക്കബിൾ. അപ്പം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ എന്താണ്, SS1 ആപ്ലിക്കബിൾ അല്ല, അതും നോട്ട് ചെയ്തിരിക്കുക. പിന്നെ നമുക്ക് വെർച്വൽ മീറ്റിംഗ് ആണ്. വെർച്വൽ മീറ്റിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. വെച്ചാൽ വെർച്വൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസ് എന്ന് പറയും. അപ്പോൾ റിമോട്ട് റിമോട്ട് നെറ്റ്വർക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യും, മീറ്റിംഗ് നടത്തുന്നു. ഇപ്പോൾ ഒരാൾക്ക് പേഴ്സണലി വന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് ഓൺലൈനിലൂടെ പറ്റത്തുള്ളൂ എങ്കിൽ അങ്ങനെ നമുക്ക് അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് നമ്മുടെ കുറവായിട്ട് കണക്കാക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ 1/3 അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സിനകത്ത് അതും കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു വെർച്വൽ മീറ്റിംഗ്, ഇപ്പൊ ഫുള്ളി ഒരു വെർച്വൽ മീറ്റിംഗ് നടത്തുന്നെങ്കിൽ റോൾ കോൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. റോൾ കോൾ നടത്തണം. റോൾ കോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ നെയിമും ചെയർമാൻ എടുത്ത് പറയണം, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് പങ്കെടുക്കുന്നത് എന്ന് ചോദിക്കണം, ഏത് ലൊക്കേഷനിലാണ് പങ്കെടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അജണ്ട നോട്ടീസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അതാണ് റോൾ കോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം സ്റ്റാമ്പ്, ആ കറന്റ് ഇവന്റ് നടക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രകാരം റെക്കോർഡ് ചെയ്യുന്നു, അതും ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ വെർച്വൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സിന് പവർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഡയറക്ടേഴ്സിന് ഉള്ള ചില പവേഴ്സ് ഉണ്ട്. ഡയറക്ടേഴ്സിന്റെ പവേഴ്സ്, നമ്മുടെ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കമ്മിറ്റീസിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. എന്താ പറയുക, ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതുപോലെ നമ്മുടെ ആക്ടിലോ മറ്റുള്ള സ്റ്റാറ്റ്യൂട്ടിലോ ഒന്നും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കമ്മിറ്റീസിന് എന്ത് ചെയ്യാം, ഈ ബോർഡിന്റെ പവർ എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അധികാരവും കൂടെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോർഡ് മീറ്റിംഗിന്റെ സാധാരണ കാര്യങ്ങൾ. പിന്നെ ഒരു റെഗുലേഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കും.
ആ റെഗുലേഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ 29 ആണ്, സെബിയുടെ LODR. സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ സെബിയുടെ മീറ്റിംഗിൽ എത്ര പേര് വേണം, അതുപോലെ എങ്ങനെയായിരിക്കണം മീറ്റിംഗ്, അതൊക്കെ പറഞ്ഞു. അതിനകത്ത് LODR പറയുന്നത് വെച്ചാൽ ഈ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് അവരൊരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ഈ അവർ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഇൻറ്റിമേഷൻ കൊടുക്കണം, നേരത്തെ അറിയിക്കണം. ഓക്കെ, അതാണ് ഈ റെഗുലേഷൻ 29 പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറയുന്നത് 2 വർക്കിംഗ് ഡേയ്സിൽ എന്നാണോ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് അതിന് 2 വർക്കിംഗ് ഡേയ്സിന് മുന്നേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇൻറ്റിമേഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫിനാൻഷ്യൽ റിസൾട്ട്. ഇപ്പം നമ്മളുടെ ബോർഡ് മീറ്റിംഗിൽ ഫിനാൻഷ്യൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുക, അപ്പം അത് 2 വർക്കിംഗ് ഡേയ്സിൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ബൈബാക്ക് പ്രപ്പോസ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളൊരു ബോണസ് ഇഷ്യൂ പ്രപ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ വോളണ്ടറി കമ്പനി എന്ത് ചെയ്യുന്നു, സ്വമേധയാ ഡീലിസ്റ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ എന്ത് ചെയ്യും, 2 വർക്കിംഗ് ഡേയ്സ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇൻറ്റിമേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഡേറ്റ് ഓഫ് മീറ്റിങ്ങും ഡേറ്റ് ഓഫ് ഇൻറ്റിമേഷനും അതിനകത്ത് പെടത്തില്ല, അതല്ലാതെ ഉള്ള ഒരു 2 വർക്കിംഗ് ഡേയ്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്, ഫിനാൻഷ്യൽ റിസൾട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബോർഡ് മീറ്റിംഗ് വിളിക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ പ്രപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വോളണ്ടറി ഡീലിസ്റ്റ് ചെയ്യുന്നു, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ബൈബാക്ക് പ്രപ്പോസ് ചെയ്യുന്നു, ഇവ കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് എൻറ്റിറ്റി ചെയ്യുകയാണ് ഒരു ബോർഡ് മീറ്റിംഗിലെങ്കിൽ 2 വർക്കിംഗ് ഡേയ്സ്, ബോർഡ് മീറ്റിംഗ് എന്നാണോ അതിന് 2 വർക്കിംഗ് ഡേയ്സ് മുന്നേ ഇൻറ്റിമേഷൻ കൊടുത്തിരിക്കണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഓക്കെ, അതിനകത്ത് ഏതൊക്കെ പെടത്തില്ല, ആ ഇൻറ്റിമേഷനിൽ ബോർഡ് മീറ്റിംഗിന്റെ ഡേറ്റും എന്നാണോ ഇൻറ്റിമേഷൻ കൊടുക്കുന്നതും അത് രണ്ടും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള 2 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കണം. അപ്പം 4 ഡേ മുന്നേ കൊടുത്തിരിക്കണം. ഓക്കെ, ഒന്ന്. പിന്നെ ഇതിനകത്ത് തന്നെ ഓൾറെഡി അവർ 2 വർക്കിംഗ് ഡേയ്സ് ഫിനാൻഷ്യൽ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നെ എടുത്ത് പറയുന്നുണ്ട് 5 വർക്കിംഗ് ഡേയ്സ് മുന്നേ കൊടുക്കണം ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിട്ടേക്കാം. അപ്പം ഫിനാൻഷ്യൽ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത് 5 വർക്കിംഗ് ഡേയ്സ് മുന്നെയാണ്. ഓക്കെ, 11 വർക്കിംഗ് ഡേയ്സ് അടുത്തുണ്ട്. 11 വർക്കിംഗ് ഡേയ്സ് അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഷെയർ ലിസ്റ്റ് ചെയ്തു, ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിന്റെ ഫോംസിൽ അല്ലെങ്കിൽ അതിന്റെ നേസോവാങ്ങൾ അല്ലെങ്കിൽ ആ ഷെയറിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ വരുത്തുകയാണ്, ആൾട്ടർ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരികയാണ്, അപ്പം നമ്മൾ 11 വർക്കിംഗ് ഡേയ്സ് മുന്നേ ഇൻറ്റിമേറ്റ് ചെയ്യണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. അതുപോലെ തന്നെ നമ്മൾ ഡിബഞ്ചർ ഒക്കെ ഉണ്ട്, ചില കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, അവരിലെ ഡിബഞ്ചർ അമൗണ്ടിൽ ഇപ്പം നമ്മൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അപ്പോൾ ആ ഇൻട്രസ്റ്റിന്റെ കൊടുക്കേണ്ട ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇതുപോലെ 11 വർക്കിംഗ് ഡേയ്സ് മുന്നേ ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ റെഡീമബിൾ ഷെയർ കാണും, ഡിബഞ്ചർ കാണും, അതിന്റെ റിഡംഷൻ എമൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ 11 വർക്കിംഗ് ഡേയ്സ് മുന്നേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 2 വർക്കിംഗ് ഡേയ്സ് മുന്നേ അറിയിക്കേണ്ടത് ബൈബാക്ക്, ബോണസ് ഇഷ്യൂ, ഡിവിഡൻഡ്, ഡീലിസ്റ്റിംഗ്. 5 വർക്കിംഗ് ഡേയ്സ് മുന്നേ അറിയിക്കേണ്ടത് ഫിനാൻഷ്യൽ റിസൾട്ട്. 11 വർക്കിംഗ് ഡേയ്സ് മുന്നേ അറിയിക്കേണ്ടത് ഷെയർസിന്റെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിന് എന്തെങ്കിലും ആൾട്ടർ ചെയ്യുകയാണ്, അതിന്റെ നേച്ചറിലോ ഫോമിലോ എന്തെങ്കിലും ആൾട്ടറേഷൻ കൊണ്ടുവരുന്നു, അതല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡേറ്റിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്താ പറയുക റിഡംഷൻ എമൗണ്ട്, ഇപ്പൊ ഷെയർ ആകാം, അല്ലെങ്കിൽ റെഡീമബിൾ ഷെയറോ അല്ലെങ്കിൽ റെഡീമബിൾ ഡിബഞ്ചറോ ആകാം, അപ്പൊ അതിന്റെ റിഡംഷൻ എമൗണ്ടിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ കൊണ്ടുവരികയാണെങ്കിൽ 11 വർക്കിംഗ് ഡേയ്സ് മുന്നേ എന്തിരിക്കണം, ഇൻറ്റിമേഷൻ ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 16 ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 173 ബോർഡ് മീറ്റിംഗ്, സെക്ഷൻ 173 സബ്സെക്ഷൻ 3 നോട്ടീസ്, സെക്ഷൻ 174 കോറം, സെക്ഷൻ 175
റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റത്തെ റെഗുലേഷൻ 20 ഇന്റിമേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ സാധനം SS1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കേണ്ടത് മെയിൻ ആയിട്ട്. അപ്പോ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യുകയോ കോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.